ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി BJP നേതാവ് MV ഗോപകുമാറാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരം ഇവിടെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. BJP വോട്ടർമാരോട് അവരുടെ മുന്നിൽ വയ്ക്കുന്ന അജണ്ട എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ BJP അഭൂതപൂർവമായ മുന്നേറ്റം ഈ നിയോജകമണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP ഈ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രധാന പ്രതിപക്ഷമാണ്. ഈ ചെങ്ങന്നൂർ MLA സജി ചെറിയാനോടുള്ള ജനങ്ങളുടെ വിരോധം, അതായത് ഈ വികസനം എന്ന് ഇവിടെ സുഹൃത്ത് ശശികുമാർ സൂചിപ്പിച്ചു, സമാനതകളില്ലാത്ത വികസനമാണ് ഇവിടെ നടന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഉദ്ഘാടന മഹാമകമാണ് ഈ ചെങ്ങന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാക്കാത്ത പദ്ധതികളുടെ പേരിൽ, അതായത് പൂർത്തിയാക്കാത്ത പദ്ധതികൾ ഒരു തവണ ഉദ്ഘാടനം നടത്തി വീണ്ടും വീണ്ടും ഉദ്ഘാടനം നടത്തുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് ഈ ചെങ്ങന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയും അത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ അത് തുടർന്ന് നടത്തുന്നതിന് വേണ്ടി അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം പിറ്റേ ദിവസം ഒരു കുറിപ്പ് വരും, തൽക്കാലത്തേക്ക് ഈ സ്ഥാപനം കുറേ നാളത്തേക്ക് പ്രവർത്തിക്കുന്നതല്ല, അതിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുന്നു എന്ന കുറിപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ വിശ്വാസലക്ഷങ്ങളുടെ അഭയകേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ആചാരവിരുദ്ധമായിട്ടുള്ള നടപടികൾ, അതേപോലെ തന്നെ ശബരിമലയിലെ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയ നടപടി, അതേപോലെ തന്നെ ഇപ്പം നടന്നിട്ടുള്ള സ്വർണ്ണക്കള്ള, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെയും ഇവിടുത്തെ അതിനൊക്കെ കൂട്ടുവന്നിട്ടുള്ള MLAക്കെതിരെയും അതിശക്തമായിട്ടുള്ള വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ MLAക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, അപ്പോൾ ചെങ്ങന്നൂരിൻ്റെ വികസന മുരടിപ്പ് തന്നെയാണ് BJP പ്രധാനമായും കൊണ്ടുവരിക അല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഓക്കെ, ഈ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ വോട്ടർമാരാണ്. അവർക്ക് വികസനം അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ ആ വികസനം കൊണ്ടുവന്ന ആളെ, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ പരിഗണനകളും മറന്നുകൊണ്ട് അവരെ വീണ്ടും തിരഞ്ഞെടുക്കും. പലപ്പോഴും അങ്ങനെയാണ് നടക്കാറുള്ളത്. അപ്പോൾ ചെങ്ങന്നൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സ് ആർക്കൊപ്പമാണ്? എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഉയർത്തി കാട്ടുന്നുണ്ട്? 5 വർഷം മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളിൽ എത്രത്തോളം നടപ്പിലാക്കി? ഇതൊക്കെ വിലയിരുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് സമാഗതമായിരിക്കുന്നത്. നമുക്കപ്പോൾ